Extension of range of wattmeter by instrumental transformers. Each picture നമ്മൾ നോക്കണം. സി ടി ഇരിക്കുന്നു, പി ടി ഇരിക്കുന്നു. നമ്മൾ നേരത്തെ കണ്ട സി ടിയും പി ടിയും വയ്ക്കുന്നു. പി ടിയുടെ അവിടെ എന്ത് വരുന്നു? സെക്കൻഡറിയുടെ അവിടെ വോൾട്ട് മീറ്റർ ഇരിക്കുമ്പോൾ പി ടിയുടെ അവിടെ വോൾട്ട് മീറ്റർ ഇരിക്കുമ്പോൾ സി ടിയുടെ അവിടെ അമ്മീറ്റർ ഇരിക്കുന്നു. മുകളിൽ ലോഡ് സപ്ലൈ ത്രൂ. Primary winding of CT is connected in series with the load and secondary winding is connected in series with the ammeter. ലോഡുമായിട്ട് പ്രൈമറി വൈൻഡിങ് സി ടിയുടെ ഇരിക്കുമ്പോൾ സെക്കൻഡറി വൈൻഡിങ് അമ്മീറ്ററുമായിട്ട് ഇരിക്കുന്നു. അമ്മീറ്റർ ആൻഡ് ദ കറണ്ട് കോയിൽ ഓഫ് വാട്ട് മീറ്റർ. പി ടിയുടെ എന്ന് പറഞ്ഞാൽ പ്രൈമറി വൈൻഡിങ് ഈസ് കണക്റ്റഡ് അക്രോസ് ദ സപ്ലൈ ലൈൻ ആൻഡ് വോൾട്ട് മീറ്റർ ആൻഡ് പൊട്ടൻഷ്യൽ കോയിൽ പ്രൈമറി വൈൻഡിങ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞൊരു ചെറിയ തെറ്റുണ്ട്, സെക്കൻഡറി എന്നാണ് പറഞ്ഞത്. പ്രൈമറി വൈൻഡിങ് ഓഫ് പി ടി ഈസ് കണക്റ്റഡ് അക്രോസ് ദ സപ്ലൈ ലൈൻ ആൻഡ് എ വോൾട്ട് മീറ്റർ ആൻഡ് പൊട്ടൻഷ്യൽ കോയിൽ ഓഫ് നേരത്തെ പറഞ്ഞത് ശരി തന്നെയായിരുന്നു. Primary winding of a PT is connected across supply line and voltmeter and potential coil circuit of wattmeter are connected in parallel with the secondary winding of the transformer. Range extension. Range extension of ammeter by CT ആണെങ്കിൽ for 0 to 250 ampere rangeലാണ് CT is used in conjunction with the 0 to 5 ampere moving iron AC ammeter. Primary of this transformer is connected in series with the load and carries the load current. The AC ammeter is connected across the secondary of the transformer. In the figure, we can CT ratio is 10:1. It means that the line current is equal to 10 times and the reading on the AC meter. Therefore, load current IL is equal to 3 into 10 is equal to 30 ampere. In range extension of voltmeter by PT, for range higher than 0 to 750 volt where power wasted in the multiplier would be excessive, a 0 to 110 volt moving iron AC voltmeter is used in the conjunction with the PT as in the figure. The primary of the transformer is connected across the load across which voltage is to be measured. The AC voltmeter is connected across the secondary. Note that both the secondaries of the instrument transformers are grounded as a safety measure. PT ratio is 20:1. Next is Hall effect multiplier. The principle is the current carrying strip of a conductor is placed in a transverse magnetic field. Then an EMF will be developed on the edge of the conductor. Current carrying ഒരു സ്ട്രിപ്പ് ഒരു കണ്ടക്ടറിൽ കറണ്ട് ക്യാരിയിങ് സ്ട്രിപ്പ് ഒരു ട്രാൻസ്വേഴ്സ് മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്തിട്ട് അതിനകത്തുനിന്ന് ഒരു EMF ഡെവലപ്പ് ചെയ്യും അതിൻ്റെ കണ്ടക്ടറിൻ്റെ എഡ്ജിൽ. The magnitude of the developed voltage developed on the flux density and this property of a conductor is called a Hall effect. ഇതിൻ്റെ ഉണ്ടാകുന്ന EMF ഉണ്ടല്ലോ, the magnitude of the developed voltage ഫ്ലക്സ് ഡെൻസിറ്റി ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നു. ആ ഒരു പ്രോപ്പർട്ടി ഓഫ് കണ്ടക്ടറിനെയാണ് ഹോൾ എഫക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പം ഒരു ഹോൾ എഫക്റ്റ് എലമെൻ്റ് ആയിട്ട് താഴെ കാണുന്ന പിക്ചറിൽ നോക്കാം. അതിന് 1ഉം 2ഉം current is supplied through lead 1 and 2 and transverse magnetic field is applied to the strip. Current സപ്ലൈ ചെയ്യുന്നത് 1ലും 2ലുമാണ്. 1ഉം 2ഉം കണ്ടു, 1 കണ്ടു, 2 ഇവിടെ എഴുതി. 1ലും 2ലുമാണ് കറണ്ട് ക്യാരി ചെയ്യുന്നത്. And a transverse magnetic field is applied in the strip and an output voltage developed across the output leads 3 and 4. 3ലും 4ലും ഔട്ട്പുട്ട് വോൾട്ടേജസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് ഹോൾ എഫക്റ്റ്. ഹോൾ എഫക്റ്റ് മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞാൽ കറണ്ട് ഈസ് പാസ്ഡ് ത്രൂ ദ കറണ്ട് കോയിൽ വിച്ച് പ്രൊഡ്യൂസസ് എ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊപ്പോർഷണൽ ടു ദ കറണ്ട് ഐ. കറണ്ട് കോയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട് കോയിലിലൂടെ ഒരു കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. അതൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നു. അത് പ്രൊപ്പോർഷണൽ ടു ദ കറണ്ട് ഐ. ദ ഫീൽഡ് ഈസ് ആ ഒരു ഫീൽഡ് ഹോൾ എഫക്റ്റ് എലമെൻറ്റിന് പെർപെൻഡിക്കുലറാണ്. അപ്പം ഒരു കറണ്ട് ഐ പി പ്രൊപ്പോർഷണൽ ടു ദ വോൾട്ടേജ് ഈ ഹോൾ എഫക്റ്റ് എലമെൻറ്റിൻ്റെ കറണ്ട് ഐ പി പ്രൊപ്പോർഷണൽ ടു ദ വോൾട്ടേജ് ഇസ് പാസ് ത്രൂ ദ ഹോൾ എഫക്റ്റ് എലമെൻറ്റ് ഇൻ എ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ദ ഫീൽഡ്. The current is limited by a multiplier resistance Rs. The output voltage of the Hall effect is Vh is equal to Kh IPB by T.
Kh is the Hall effect coefficient, T is the thickness of the strip, B is the flux density. B proportional to I, Ip is equal to V by Rs is proportional to V, hence Vh proportional to Vi. The output voltage of Hall effect multiplier is proportional to the instantaneous power. Hence, the voltmeter connected at the output terminal can be calibrated in terms of power. The Hall effect voltage, which is representative of the power, can be processed further for control and other purpose. This is the major advantage of Hall effect multiplier over electrodynamometer. Wattmeter, the output of the latter being deflection of a pointer which cannot be processed further. അടുത്തത് ഇലക്ട്രോണിക് എനർജി മീറ്റർ. അതൊരു ഡിജിറ്റൽ ടെക്നോളജിയാണ്. യൂസേഴ്സ് നോ മൂവിങ് പാർട്സ്. ഒരു മൂവിങ് പാർട്സും അതിനില്ല. സോ ഇലക്ട്രോണിക് എനർജി മീറ്ററിനെ സ്റ്റാറ്റിക് എനർജി മീറ്റർ എന്ന് പറയുന്നു. ഡൈനാമിക് അല്ല. മെഷർമെൻറ്റ് ഓഫ് എനർജി ക്യാൻ ബി ഡൺ ബൈ മെഷറിംഗ് ദ പവർ ആൻഡ് ടൈം ഓവർ വിച്ച് ഇറ്റ് ഈസ് കൺസ്യൂംഡ്. കൺസ്യൂം ചെയ്യുന്ന അനുസരിച്ച് അതിൻ്റെ പവറും ടൈമും മെഷർ ചെയ്യുന്നു. ആവറേജ് പവർ എന്ന് പറഞ്ഞാൽ mean product of instantaneous voltage across load and current through it. Average power എന്ന് പറഞ്ഞാൽ product of instantaneous voltage across load and current. By using potential divider, the supply voltage is brought to required level. It is then scaled in the required range by using the voltage scaling device. Current scaling device scales the voltage which is proportional to the load current. Both the scaled voltage are connected to voltage and current multiplier unit. The output unit of this is the current, which is product of AC voltage and current. ഇവിടെ നമുക്ക് ഇലക്ട്രോണിക് എനർജി മീറ്ററിൻ്റെ ഡയഗ്രാം കാണാം. സപ്ലൈ കൊടുക്കുന്നു, പൊട്ടൻഷ്യൽ ഡിവൈഡർ ഉണ്ട്, അവിടെ നിന്ന് ഒരു ലോഡ്, പൊട്ടൻഷ്യൽ ഡിവൈഡർ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു വോൾട്ടേജ് സ്കെയിലിംഗ് ഡിവൈസിലോട്ട്, പിന്നെ കറണ്ട് സ്കെയിലിംഗ് ഡിവൈസിലോട്ടും, രണ്ടും കൂടെ വോൾട്ടേജ് കറണ്ട് മൾട്ടിപ്ലയർ യൂണിറ്റിലേക്ക് പോകുന്നു. അവിടെ നിന്ന് വോൾട്ടേജ് കൺട്രോൾഡ് ഓസിലേറ്റർ, അവിടുന്ന് അനലോഗ് ഡിജിറ്റൽ കൺവേർട്ടർ, ഡിസ്പ്ലേ യൂണിറ്റ്. അതാണ് ഈ ഇതിനകത്ത് പറയുന്നത്. അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഹൈ സെൻസിറ്റിവിറ്റി, നോ ഫ്രിക്ഷണൽ ലോസസ്, ലെസ് ലോഡിംഗ് എഫക്റ്റ്, ക്രീപ്പിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ് ആർ നോട്ട് റിക്വേർഡ്, ഹൈ ഫ്രീക്വൻസി റേഞ്ച്, ഹൈ ആക്യുറസി സച്ച് ആസ് +or-1%. സ്മാർട്ട് എനർജി മീറ്റർ. സ്മാർട്ട് എനർജി മീറ്റർ എന്ന് പറയുന്നതും ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ് that records information such as consumption of electrical energy, voltage level, current and power factor. It is an advanced metering technology involving intelligent method to read, process and feed back the data to customer. It measures energy consumption remotely switches the supply to customers and remotely controls the maximum electricity consumption. Smart metering system uses the advanced metering infrastructure system technology for better performance. These are capable of communicating in both directions. They can transmit the data to the utilities like energy consumption, parameter values, alarms, etc. Or it can receive information from utilities such as automatic meter reading system, reconnected or disconnected instructions, etc. This meter reduces the need to visit while taking or reading monthly bill. Modems and are used in these smart meters to facilitate communication systems such as wireless, fiber, cable, power line communications. Another advantage is complete avoidance of tampering of energy meter where there is a scope of using power in an illegal way. Tampering means doing any act which causes the meter to run slowly or not at all and is basically theft of electricity. TOD meter, time of day meter, records the demand, time and energy usage of electricity. TOD metering normally splits rate into an arrangement of multiple segments including on-peak, off-peak and critical peak. TOD metering benefits customers by providing reduced usage rates during off-peak times, which gives customers a chance to reduce their utility bill. It means that cost of using 1 unit of electricity will be different in morning, noon, evening and nights. This means that using appliances during certain time of the day will be cheaper than using them during other times. TOD metering involves dividing the day into tariff slots with a higher rate at peak load periods and lower tariff rate at off-peak load periods. This can be used to automatically control usage on the part of customer. It is often consumer's responsibility to control his own usage or pay accordingly. Time of day tariff is implemented to reduce consumption of electricity during peak hours. To do this, electricity is made expensive during peak hours so that consumers use of less of it.
Utilities also reduce the electricity charge during off-peak hours as an incentive for people to use electricity during off-peak hours. Advantages of smart energy meters are eliminating manual meter reading, monitoring the electrical system more quickly, providing real-time data useful for balancing electrical load, and reducing power outages. Disadvantages are managing and storing vast quantities of metering data, ensuring the security of metering data. So, our module 2 is concluded. Thank you.